ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. നാളെ 3ാം ക്ലാസ്സിന്റെ എക്സാം ആണ്. എക്സാമിന് പഠിച്ചായിരുന്നോ? ഇംഗ്ലീഷ് പഠിച്ചായിരുന്നോ? പഠിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ? അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു. ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിനു മുൻപ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിൽ ലൈവ് ട്യൂഷനാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG ക്ലാസ്സസ് ഉണ്ട്. റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, ബേസിക് ക്ലാസ്സസ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഇവിടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഓക്കെ, അപ്പോൾ നമുക്ക് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ ഒന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, 4 വാക്കുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് 1ാമത്തെ വാക്ക്. ഈ 1ാമത്തെ വാക്ക് ഏതാണ്? ഓവർ. എന്താണ്? ഓവർ. 2ാമത്തെ വാക്ക് എന്താണ്? അണ്ടർ. 3ാമത്തെ വാക്ക് എന്താണ്? ഇൻ. 4ാമത്തെ വാക്ക് എന്താണ്? ഓൺ. ഇത് 4 വാക്കുകളും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചോദിക്കും. അപ്പോൾ ഈ 4 വാക്കുകളുടെയും അർത്ഥം നിങ്ങൾ പഠിച്ചു വച്ചിരുന്നാൽ എക്സാമിന് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓവർ. ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലാണ്. ഓവർ എന്ന് പറഞ്ഞാൽ മുകളിൽ, എന്തിൻ്റെയെങ്കിലും മുകളിലാണ് ഓവർ എന്ന് പറയുക. ഇനി അണ്ടർ. അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അടിയിൽ, താഴെ. താഴെ അല്ലെങ്കിൽ അടിയിൽ എന്ന് പറയാം. ഇന്നെന്ന് പറഞ്ഞാൽ എന്താണ്? അകത്ത്. ഇന്നെന്ന് പറഞ്ഞത് എവിടെയാണ് ചേർക്കുക? അകത്ത് എന്നതിനാണ് ഇൻ ചേർക്കുക, ഉള്ളിൽ. ഓൺ എന്ന് പറഞ്ഞാൽ പുറത്ത്, എന്തിൻ്റെയെങ്കിലും പുറത്ത്. അപ്പോൾ ഈ 4 വാക്കുകൾ നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു വെക്കുക. ഓവർ എന്ന് പറഞ്ഞാൽ മുകളിലൂടെ, മുകളിലാണ്. അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിലൂടെ. ഇന്നെന്ന് പറഞ്ഞാൽ അകത്ത്, എന്തിൻ്റെയെങ്കിലും അകത്ത്. ഓൺ എന്ന് പറഞ്ഞാൽ പുറത്ത്. അപ്പോൾ ഓവർ മുകളിൽ, അണ്ടർ അടിയിൽ, ഇൻ അകത്ത്, ഓൺ പുറത്ത്. ഇനി നമുക്ക് എങ്ങനെയാണത് എഴുതുക എന്ന് നോക്കാം. ദ ലാൻഡ് ഓഫ് ദ മഞ്ച്കിൻസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. മഞ്ച്കിൻ്റെ ലാൻഡ് വളരെ മനോഹരമാണ്. എ കൈറ്റ് ഈസ് ഫ്ലൈയിങ്. കൈറ്റ് പറക്കുന്നു. ഡാഷ് ദ ട്രീ. ട്രീയുടെ എവിടെ കൂടെയാണ് കൈറ്റ് പറക്കുന്നത്? മുകളിലാണോ, താഴെയാണോ, അകത്താണോ, പുറത്താണോ? എവിടെയാണ്? മുകളിൽ. എന്താ വരിക? മുകളിൽ. അപ്പോൾ മനസ്സിലായല്ലോ, കൈറ്റ് ഈസ് ഫ്ലൈയിങ്. കൈറ്റ് പറക്കുന്നു. എന്തിൻ്റെ മുകളിൽ? ട്രീയുടെ മുകളിൽ. അപ്പോൾ ഇവിടെ എന്താ എഴുതുക? ഓവർ. മനസ്സിലായോ? മുകളിലാണെങ്കിൽ എന്തുപയോഗിക്കണം? ഓവർ എന്ന് എഴുതണം. എ ലിറ്റിൽ മഞ്ച്കിൻ ഈസ് പ്ലേയിങ് ഡാഷ് ദ ട്രീ. ഈ മഞ്ച്കിൻ എവിടെയാണ് കളിക്കുന്നത്? ട്രീയുടെ എവിടെ നിന്നാ കളിക്കുന്നത്? താഴെ, അടിയിൽ അല്ലേ? അപ്പോൾ എന്താ എഴുതുക? അടിയിൽ എന്ന് പറയുന്ന അണ്ടർ. അപ്പോൾ അടിയിൽ എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? അണ്ടർ എന്ന് എഴുതണം. എ ബേർഡ് ഈസ് സിറ്റിംഗ്. ബേർഡ്, പക്ഷി എവിടെയാണ്? ഇരിക്കുന്നു. ഡാഷ് ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. ബ്രാഞ്ചിന്റെ പുറത്തല്ലേ ഇരിക്കുന്നത്? കേട്ടോ, ബ്രാഞ്ചിന് പുറത്തിരിക്കുവാണ്, പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചേർക്കുക? പുറത്താണെങ്കിൽ എന്താ വരിക? ഓൺ. എന്താ ചേർക്കുക? ഓൺ. 2 little birds are. 2 കിളികൾ ഡാഷ് ദ നെസ്റ്റ്. നെസ്റ്റിന്റെ അകത്തല്ലേ ഇരിക്കുന്നത്? അകത്ത്. അപ്പോൾ എന്താ ചേർക്കുക ഇവിടെ? ഇൻ. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. കുറച്ചുകൂടി ക്ലിയർ ആണെങ്കിലോ, കൈറ്റ് ട്രീയുടെ മുകളിലാണ്. അപ്പോൾ എന്ത് ചേർത്തു? ഓവർ. മഞ്ച്കിൻസ് പ്ലേ ചെയ്യുന്നത് എവിടെയാണ്? മരത്തിന്റെ അടിയിൽ. അപ്പോൾ അണ്ടർ ചേർത്തു. ബേർഡ് എവിടെയാണ് ഇരിക്കുന്നത്? ബ്രാഞ്ചിന്റെ മുകളിൽ, പുറത്ത്. ബ്രാഞ്ചിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ പുറത്ത്. അപ്പോൾ എന്ത് ചേർത്തു? ഓൺ. ഈ ചിക്സ് അല്ലെങ്കിൽ ബേർഡ്സ് എവിടെയായിരിക്കുന്നേ? നെസ്റ്റിന്റെ ഉള്ളിൽ. അപ്പോൾ എന്ത് ചേർത്തു? ഇൻ ചേർത്തു. ഓവർ, അണ്ടർ, ഇൻ, ഓൺ എവിടേക്കാണ് ചേർക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഓവർ ആണെങ്കിൽ മുകളിൽ, അണ്ടർ ആണെങ്കിൽ അടിയിൽ എന്നാണ് ചേർക്കണം. ഇന്നാണെങ്കിൽ എന്തിനെങ്കിലും ഉള്ളിലാണെങ്കിൽ എഴുതുന്നതിന് ചേർക്കണം. ഓൺ ആണെങ്കിൽ എന്തിനെങ്കിലും പുറത്താണെങ്കിൽ എന്ന് എഴുതുന്നതിന് ചേർക്കണം. ഓക്കെ, തെറ്റിക്കില്ലല്ലോ. അടുത്ത് നോക്കാം. ഇതൊരു ആഡ്മോർ ലൈൻസ് ആണ്. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. ലെറ്റ്സ് ഫ്ലൈ ടുഗദർ.
Over the meadows, let's fly like crows. ഇവിടെ നോക്കിയേ, സ്കൈ എന്ന് പറഞ്ഞ് ആകാശത്ത് കൂടി പറക്കാം, ഒരുമിച്ച് പറക്കാം, മെഡോസിന്റെ മുകളിലൂടെ പറക്കാം, കാക്കകളെ പോലെ പറക്കാം എന്ന് പറയുകയാണ്. അതേപോലെ 4 പേര് വീണ്ടും എഴുതിയിട്ടുണ്ട്. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, അതിവിടെ റിപ്പീറ്റ് ചെയ്തു. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ലെറ്റ്സ് ഫ്ലൈ ടുഗദർ, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു. ലെറ്റ്സ് ഫ്ലൈ ടുഗദർ. ഓവർ ദ മെഡോസ്, ഇവിടെ ഓവർ ദ മൗണ്ടൈൻസ്, ഇവിടെ മെഡോസ്, ഇവിടെ മൗണ്ടൈൻസ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു വാക്കിട്ട് എഴുതണം. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രോസ്, കാക്കയെ പോലെ പറക്കാം. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കൈറ്റ്സ്, പട്ടത്തെ പോലെ പറക്കാം. അപ്പോൾ ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് അത്രയും സെയിം ആണ്. ഇവിടെ ക്രോസ്, ഇവിടെ കൈറ്റ്സ്. നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വാക്ക് ചേർക്കാം. അപ്പൊ എങ്ങനെയാണ് ആഡ് മോർ ലൈൻസ് ചെയ്യേണ്ടത്? റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് തന്നെ എഴുതുക. ഇതും റിപ്പീറ്റഡ്. അപ്പോൾ ഫസ്റ്റ് ലൈൻ റിപ്പീറ്റ് ആണ്. ഫസ്റ്റ് ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ലെറ്റ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, റിപ്പീറ്റ് ചെയ്ത് എഴുതി. സെക്കൻഡ് ലൈനോ, സെക്കൻഡ് ലൈൻസ് ലെറ്റ്സ് ഫ്ലൈ ടുഗദർ, ലെറ്റ്സ് ഫ്ലൈ ടുഗദർ, റിപ്പീറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ലെറ്റ്സ് ഫ്ലൈ ടുഗദർ. ഓക്കെ, മൂന്നാമത്തെ ലൈൻ നോക്കിയേ. ഓവർ ദ മെഡോസ്, ഓവർ ദ മൗണ്ടൻസ്. ഓവർ ദ റിപ്പീറ്റ് ആണ്, ആവർത്തിച്ച് വരുന്നു. അത് നമ്മൾ അതുപോലെ എഴുതുക, ആവർത്തിച്ച് എഴുതുക. മെഡോസ്, മൗണ്ടൈൻസ്. അതുപോലെ ഒരു വാക്ക് പറഞ്ഞേ, എന്തിൻ്റെ മുകളിലൂടെ. ഓവർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലും മുകളിലൂടെ പറക്കുന്നതിന് പറ്റിയതായിരിക്കണം. അപ്പോൾ മെഡോസിന് മുകളിലൂടെ, മൗണ്ടൈൻസിന് മുകളിലൂടെ, ട്രീസ്, മരങ്ങൾക്ക് മുകളിലൂടെ, ട്രീസ് നമുക്ക് എഴുതാം. ഓക്കെ, അതുപോലെ ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് ക്രോസ്, ഇവിടെ ക്രോസ് ആണ്. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് കൈറ്റ്സ്, ഇവിടെ കൈറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വാക്ക് എഴുതാം. കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പട്ടങ്ങൾ, അല്ലെങ്കിൽ എന്ത് പറയാം, കൈറ്റ് എന്ന പരുന്തിനെയും കൈറ്റ് എന്ന് പറയാറുണ്ട്. ക്രോസ്, കാക്കകൾ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൈ ചെയ്യുന്ന വേറെ എന്തുണ്ട്, പാരറ്റ് ഫ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്കിവിടെ പാരറ്റ്സ് എന്ന് എഴുതിയാൽ മതി. ലെറ്റ്സ് ഫ്ലൈ ലൈക്ക് പാരറ്റ്സ്. ഇപ്പോൾ ആഡ് മോർ ലൈൻസ് എന്നൊരു ചോദ്യം ഉണ്ടാവും. നിങ്ങൾ ചെയ്യാനുള്ളത് 2 ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നൽകിയിട്ടുണ്ട്, ഇതുപോലെ ഒന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നിങ്ങളും എന്ത് ചെയ്യുക, ആവർത്തിച്ച് വരുന്നത് നിങ്ങളും അതുപോലെ ആവർത്തിച്ച് എഴുതുക. ഏത് വാക്കാണോ ആവർത്തിക്കാതെ പുതിയ വാക്കുകൾ വരുന്നത് അതിന് അതേപോലത്തെ മറ്റൊരു വാക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി ചേർക്കുക. ഇവിടെ മെഡോസ് വന്നു, കണ്ടോ, ഇവിടെ മെഡോസ് എന്നാണ് വന്നത്, മെഡോസ്. ഇവിടെയോ അതുപോലെ ആവർത്തിച്ച് വന്നത് മൗണ്ടൈൻസ്. ഇപ്പോൾ ടീച്ചർ ഇവിടെ എന്ത് ചെയ്തു, അതിന് പകരം ട്രീസ് എന്നാക്കി. കാരണം ഓവർ മുകളിലൂടെ പറക്കാൻ പറ്റുന്നതായിരിക്കണം. മെഡോസിന് മുകളിലൂടെ, മൗണ്ടൈൻസിന് മുകളിലൂടെ, ട്രീസിന് മുകളിലൂടെ. അപ്പോൾ അർത്ഥം കൂടി നോക്കിക്കൊള്ളുക. ഇവിടെ ഫ്ലൈ, പറക്കാം. എന്തിനെ പോലെ, ക്രോസ്, കാക്കയെ പോലെ പറക്കാം. കൈറ്റ്സ്, പട്ടത്തെ പോലെ പറക്കാം. അപ്പോൾ പാരറ്റ്സ്, പറക്കുന്ന വേറെ എന്തുണ്ട്, തത്തകൾ, തത്തയെ പോലെ പറക്കാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അപ്പോൾ ആഡ് മോർ ലൈൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുമല്ലോ. ഈ 2 ക്വസ്റ്റ്യനും ക്ലിയർ ആണല്ലോ. ടീച്ചർ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നു, ഇൻ, ഓൺ, അണ്ടർ, ഓവർ. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ആഡ് മോർ ലൈൻസ് എഴുതാൻ അറിയാലോ. ഇവിടെ നോക്കിയേ, മൈ വേർഡ്സ്, ഇതിൽ നിന്ന് വാക്കുകൾ കണ്ടെത്തി എഴുതുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. ഇതുപോലെ മറ്റൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ടെത്തണം. ഇവിടെ ഔൾ കണ്ടെത്തി. അതുപോലെ മറ്റൊരു വേർഡ് നോക്കിയേ, ഇവിടെ നോക്കിയേ, ROAD, റോഡ്. നമുക്ക് എഴുതിക്കൂടെ, റോഡ്, റോഡ് കണ്ടെത്തി. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, നമുക്കിവിടെ അങ്ങനെയാണെങ്കിൽ റോഡ് എഴുതാം. ROAD, റോഡ്. ഇനി ഏത് വാക്കുണ്ട്, ഇവിടെ നോക്കി, സ്റ്റോം ഇല്ലേ, സ്റ്റോം, കൊടുങ്കാറ്റ്, സ്റ്റോം. പഠിച്ച വാക്കുകൾ, സ്റ്റോം. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോം ഇവിടെ എഴുതാം. യെസ്, ഇതുപോലെ വരയ്ക്കുക, വരച്ചിട്ട് എഴുതുക. ഓക്കെ, സ്റ്റോം എന്ന വാക്ക് കണ്ടുപിടിച്ചു. ഇനി ഏതെങ്കിലും വാക്ക് ഇവിടെ നോക്കി, ക്ലൗഡ് കണ്ടോ, ക്ലൗഡ്, ക്ലൗഡ് എന്ന വാക്ക് കണ്ടോ, CLOUD, ക്ലൗഡ് കണ്ടു. അതെന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. വാക്ക് കണ്ടെത്തുന്നത് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. അപ്പോൾ വാക്കുകൾ കണ്ടെത്തുക. ഇനി എന്തെങ്കിലും വാക്ക് കണ്ടെത്താനുണ്ടോ, നോക്കി, ഏതെങ്കിലും വാക്കുകൾ ഇവിടെ റൈറ്റിലോട്ട് ഉണ്ടാകും,
ലെഫ്റ്റിലോട്ട് ഉണ്ടാകും, മുകളിൽ നിന്ന് താഴോട്ട്, താഴെ നിന്ന് മുകളിലോട്ട്, ഇടതുവശത്ത് നിന്ന് റൈറ്റ് സൈഡിലോട്ട്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. ഇതൊക്കെ നിങ്ങൾ നോക്കുക. ഇവിടെ നോക്കിയേ, വിൻഡ് കണ്ടോ? വിൻഡ്, കാറ്റ്, വിൻഡ്. യെസ്, വിൻഡ്. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം, വിൻഡ്. WIND, വിൻഡ്. ഇനി ഇവിടെ നോക്കി, റെയിൻ കണ്ടോ? റെയിൻ, മഴ, മഴ. റെയിൻ, RAIN, റെയിൻ, മഴ. അത് നമുക്കിവിടെ എഴുതാം, റെയിൻ. RAIN, റെയിൻ. അപ്പോൾ ഇതുപോലൊരു ആക്ടിവിറ്റി തന്നാൽ, അതായത് പസിൽ തന്നാൽ, പസിൽ നിന്ന് വാക്ക് കണ്ടെത്തി, നിങ്ങൾ പഠിച്ചിട്ടുള്ള വാക്കുകൾ കണ്ടെത്തി, പുതിയ പുതിയ വാക്കുകൾ കണ്ടെത്തി എഴുതാൻ അറിയാമല്ലോ. എഴുതുമല്ലോ. ഇങ്ങനൊരു ചോദ്യം വന്നാൽ എഴുതുമല്ലോ, എഴുതും. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നാൽ എന്താണെന്നറിയാമല്ലോ. ഇതിൽ വാക്കുകൾ ഒളിച്ചിരിപ്പുണ്ട്, ആ വാക്കുകൾ കണ്ടെത്തി എഴുതുക. അടുത്തത് നോക്കാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ലോഗൻ. സ്ലോഗൻ നമുക്ക് ഇപ്പോൾ ഈ പിക്ചറിൻ്റെ സ്ലോഗൻ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിനെ കുറിച്ച് ചോദിച്ചാൽ പ്രത്യേകം സ്ലോഗൻ പഠിക്കണം. വാട്ടർ കൺസർവേഷൻ ചോദിച്ചാൽ പ്രത്യേകം സ്ലോഗൻ പഠിക്കണം. ഓക്കെ, അത് നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ടീച്ചർ അടുത്ത് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഈ പിക്ചറിൻ്റെ നോക്കാം. ഈ പിക്ചർ നോക്കിയേ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്ലാസ്റ്റിക് ആണ്. ഇതെന്താണ്? പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ലിറ്റർ. ഇവിടെ എന്താണ്? നമ്മൾ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെയോ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ആണല്ലോ. സ്ലോഗൻ ആദ്യം ഇവിടെ നോക്കിയേ, സേവ് വാട്ടർ സേവ് ലൈഫ്. അപ്പോൾ ഇത് വെള്ളത്തെക്കുറിച്ചുള്ളതാണ്. അതങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ എഴുതാം? ഇവിടെ എഴുതാം, വെള്ളം, സേവ് വാട്ടർ സേവ് ലൈഫ്. അപ്പോൾ വെള്ളത്തിന് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സ്ലോഗനാണ് സേവ് വാട്ടർ സേവ് ലൈഫ്. സേവ് വാട്ടർ, വെള്ളം സംരക്ഷിക്കൂ, ജീവനും സംരക്ഷിക്കൂ. സേവ് വാട്ടർ സേവ് ലൈഫ്. അപ്പോൾ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട സ്ലോഗനാണ് സേവ് വാട്ടർ സേവ് ലൈഫ്. അടുത്ത് നോക്കിയേ, അവോയ്ഡ് പ്ലാസ്റ്റിക് പ്രൊട്ടക്ട് നേച്ചർ. അവോയ്ഡ് പ്ലാസ്റ്റിക് പ്രൊട്ടക്ട് നേച്ചർ. പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ഇതാണ് പ്ലാസ്റ്റിക്. അപ്പോൾ എന്താ അവിടെ എഴുതാം? അവോയ്ഡ് പ്ലാസ്റ്റിക്. അവോയ്ഡ് പ്ലാസ്റ്റിക് പ്രൊട്ടക്ട് നേച്ചർ. ഈ ചിത്രം നോക്കിക്കൊള്ളണേ. വെള്ളവുമായി ബന്ധപ്പെട്ടതിന് സേവ് വാട്ടർ സേവ് ലൈഫ്. പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടതിന് അവോയ്ഡ് പ്ലാസ്റ്റിക് പ്രൊട്ടക്ട് നേച്ചർ. ഇനി അടുത്ത് ലിറ്റർ. ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചവർ. ചവർ. ഇവിടെ ചവർ എന്ന് പറയുന്നത് ഇതാണ്, വേസ്റ്റ് തട്ടുക, ചവർ. അപ്പോൾ ഇവിടെ ഡോണ്ട് ലിറ്റർ. LITTER ആണേ, LITTER, ലിറ്റർ. ഡോൺ ലിറ്റർ. ഡോൺ ലിറ്റർ. അടുത്ത് നോക്കിയേ, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നേച്ചറുമായിട്ട്. ഗ്രോ ഗ്രീൻ ഗോ ഗ്രീൻ. എന്തെഴുതാം? ഗ്രോ ഗ്രീൻ ഗോ ഗ്രീൻ. ഗ്രോ ഗ്രീൻ ഗോ ഗ്രീൻ. അപ്പോൾ ഇത്രയും മനസ്സിലായ സ്ലോഗൻ. പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അവോയ്ഡ് പ്ലാസ്റ്റിക് പ്രൊട്ടക്ട് നേച്ചർ. ലിറ്റർ, ചവറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഡോൺ ലിറ്റർ. ചെടി നടുക, അത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഗ്രോ ഗ്രീൻ ഗോ ഗ്രീൻ. വെള്ളവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സേവ് വാട്ടർ സേവ് ലൈഫ്. അങ്ങനെ നമുക്ക് വേറെ എന്തെഴുതാം? വെള്ളവുമായി ബന്ധപ്പെട്ട് ഒന്ന് എഴുതാമല്ലോ. വെള്ളവുമായി ബന്ധപ്പെട്ട് വേറെ എന്തെഴുതാം? വെള്ളവുമായി ബന്ധപ്പെട്ട് സേവ് വാട്ടർ സേവ് ലൈഫ്. രണ്ട് പ്ലക്കാർഡ്സ് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലക്കാർഡ്സിലും ഇത് എഴുതാം കേട്ടോ. പ്ലക്കാർഡ്സ് ഉണ്ടാക്കാൻ പറയാണ്, പ്ലക്കാർഡ്സ്. അപ്പോൾ 2 പ്ലക്കാർഡ്സിൽ വെള്ളത്തിൻ്റെ കുറിച്ചുള്ള പ്ലക്കാർഡ്സ് തയ്യാറാക്കാം. വാട്ടർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്ലക്കാർഡ്സ്. വാട്ടർ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്ലക്കാർഡ്സ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒന്ന് നമുക്ക് എഴുതാം, എന്താ? സേവ് വാട്ടർ. ഒരു പിക്ചർ കൂടെ വരയ്ക്കണം കേട്ടോ. സേവ് ലൈഫ്. സേവ് വാട്ടർ സേവ് ലൈഫ്. ഇനി വേറെ എന്ത് എഴുതാം? എങ്ങനെ എഴുതാം? വാട്ടർ ഈസ് പ്രീഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. അങ്ങനെ എഴുതാം. എവറി ഡ്രോപ്പ് കൗണ്ട്സ്, യൂസ് വാട്ടർ വൈസ്ലി. ഓരോ തുള്ളികളും എണ്ണപ്പെട്ടതാണ്, അതുകൊണ്ട് ബുദ്ധിപൂർവ്വം വെള്ളം ഉപയോഗിക്കുക, സൂക്ഷിച്ച് ഉപയോഗിക്കാം. അതുപോലെ എന്ത് എഴുതാം? കൺസേർവ് വാട്ടർ പ്രിസർവ് ലൈഫ്. ഇവിടെ സേവിന് പകരം കൺസേർവ്. കൺസേർവ് വാട്ടർ
കൺസേർവ് ലൈഫ് എന്ന് എഴുതാം, അല്ലെങ്കിൽ പ്രിസേർവ് ലൈഫ് എന്ന് എഴുതാം. രണ്ട് ശരി തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത് ഇത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലോ, പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലോ, സേ നോ ടു പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിനോട് നോ പറയുക. സേ നോ ടു പ്ലാസ്റ്റിക്. ഒരെണ്ണം നമുക്കിവിടെ ഉണ്ട്, അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നേച്ചർ. പിന്നെ എന്ത് പറയാം? സേ നോ ടു പ്ലാസ്റ്റിക്. ഓക്കെ, അതുപോലെ അടുത്തെന്താ പറയുക? രണ്ടെണ്ണം ആയാലോ, അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നേച്ചർ, സേ നോ ടു പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിൻ്റെ രണ്ടെണ്ണമായി. ഇനി നമുക്ക് എന്ത് പറയാം? പ്ലാസ്റ്റിക്കും വാട്ടറും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഗ്രോ ഗ്രീൻ, ഗോ ഗ്രീൻ. ഒന്നുകൂടി പഠിക്കാം. പ്ലാന്റ് ട്രീസ്, മരങ്ങൾ നട്ടുപിടിപ്പിക്കൂ. പ്ലാന്റ് ട്രീസ്, ഗ്രോ ഹോപ്പ്. ഗ്രോ ഹോപ്പ്. ഓക്കെ, അപ്പോൾ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് പ്ലാന്റ് ട്രീസ്, ഗ്രോ ഹോപ്പ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടെണ്ണം പഠിച്ചു, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് രണ്ടെണ്ണം പഠിച്ചു, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടെണ്ണം പഠിച്ചു. അതെങ്ങനെയാണ് ചോദിക്കുക? പ്ലാസ്റ്റിക് കൺസർവേഷൻ, അതുപോലെ എന്താണ് വാട്ടർ കൺസർവേഷൻ, എൻവയോൺമെൻറ്റ് കൺസർവേഷൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ പ്ലക്കാർഡ്സ് ഉണ്ടാക്കാൻ പറഞ്ഞറിയാലോ. എങ്ങനെയാണ് പ്ലക്കാർഡ്സ് ഉണ്ടാക്കുക? പ്ലക്കാർഡ്സ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, ഇങ്ങനൊരു സ്റ്റിക്ക് വരയ്ക്കുക, ഇതിനകത്ത് എന്ത് ചെയ്യുക? എഴുതുക. രണ്ട് പ്ലക്കാർഡ്സ് ആണെങ്കിൽ രണ്ടെണ്ണം വരയ്ക്കുക, അതിനകത്ത് എന്ത് ചെയ്യുക? എഴുതുക. ഇപ്പോൾ പ്ലാസ്റ്റിക്കിനെ കുറിച്ചാണെങ്കിൽ അവോയ്ഡ് പ്ലാസ്റ്റിക്, പ്രൊട്ടക്ട് നേച്ചർ. വേറെ എന്ത് എഴുതാം? സേ നോ ടു പ്ലാസ്റ്റിക്. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്തത് നോക്കാം, റിഡിൽസ്. റിഡിൽസ് നമ്മൾ സ്വന്തമായിട്ട് ആൻസർ കണ്ടെത്തുകയും വേണം, റിഡിൽസ് ഉണ്ടാക്കുകയും വേണം. യു കനോട്ട് സീ മീ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. ബട്ട് യു ക്യാൻ ഫീൽ മീ, പക്ഷെ നിങ്ങൾക്ക് എന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഐ ക്യാൻ മേക്ക് ട്രീസ് ഡാൻസ്, മരങ്ങളെ നൃത്തം ചെയ്യിപ്പിക്കാൻ കഴിയും. ഐ ക്യാൻ ഹെൽപ്പ് ദ കൈറ്റ്സ് ഫ്ലൈ, പട്ടത്തെ പറപ്പിക്കാൻ സഹായിക്കും. ഹൂ ആം ഐ, ഞാൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഫീൽ എന്ന് പറയുമ്പോഴേ അറിയാം എന്താണ്? വിൻഡ് ആണ്. എന്താ ഉത്തരം? വിൻഡ്. ഓക്കെ, ഐ ആം ഇൻ ദ സ്കൈ, ഞാൻ ആകാശത്തുള്ളതാണ്. ഐ ക്യാൻ ബ്രിങ് ദ റെയിൻ, എനിക്ക് മഴ തരാൻ കഴിയും. 5 letters മേക്ക് മൈ നെയിം, 5 ലെറ്റർ ഉപയോഗിച്ച് എൻ്റെ പേരുണ്ടാക്കാം. മഴ തരുന്നത് ആരാ? ക്ലൗഡ്. ആരാണ്? ക്ലൗഡ്. CLOUD, ക്ലൗഡ്. ഓക്കെ, ഐ ആം ഹ്യൂജ് ആൻഡ് ടെയിൽ, ഞാൻ വലുതാണ്. പിന്നെ ആൻഡ് ടോൾ, ഞാൻ പൊക്കവുമുണ്ട് വലുതുമാണ്. ഐ ക്യാൻ സ്റ്റോപ്പ് ദ ക്ലൗഡ്സ്, എനിക്ക് ക്ലൗഡ്സിനെ തടയാൻ കഴിയും. ഐ ഹാവ് എ സമ്മിറ്റ്, യു ക്യാൻ ക്ലൈംബ് ഓൺ മീ, നിങ്ങൾക്ക് എൻ്റെ പുറത്ത് ചവിട്ടിക്കയറാം. ഹൂ ആം ഐ, ഞാൻ ആരാ? നമ്മുടെ ക്ലൗഡ്സിനെ തടയുന്നതാരാ? മേഘങ്ങളെ തടയുന്നതാരാ? മൗണ്ടെയിൻ. ആരാണ്? മൗണ്ടെയിൻ. വലിയ മലകളാണ് കേട്ടോ, മൗണ്ടെയിൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലായി. ഫീൽ ചെയ്യാൻ പറ്റുന്നത് വിൻഡാണ്. മഴ തരുന്നത് ക്ലൗഡാണ്. ക്ലൗഡിനെ സ്റ്റോപ്പ് ചെയ്യിക്കുന്നത് ആരാണ്? മൗണ്ടെയിൻ ആണ്. ഇനി റെയിൻബോയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെഴുതാം? ഐ അപ്പിയർ ആഫ്റ്റർ ദ റെയിൻ, മഴയ്ക്ക് ശേഷമാണ് എന്നെ കാണുക. ഐ അപ്പിയർ ആഫ്റ്റർ ദ റെയിൻ, മഴയ്ക്ക് ശേഷമാണ് ഞാൻ തെളിഞ്ഞു വരിക, മഴയ്ക്ക് ശേഷമാണ് എന്നെ കാണാൻ കഴിയുക. വേറെ എന്തെഴുതാം? എനിക്കെന്തുണ്ട്? 7 നിറങ്ങളുണ്ട്. എഴുതിക്കൂടെ? എഴുതാം. ഇത് നമുക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഐ അപ്പിയർ ആഫ്റ്റർ റെയിൻ, ഐ ഹാവ് 7 കളേഴ്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് എഴുതാം? അവസാനം എന്താണ്? ഹൂ ആം ഐ എന്ന് ചോദിക്കാം. പിന്നെ ഞാൻ എങ്ങനെയാണ്? കർവ്ഡ് അക്രോസ് ദ സ്കൈ സോ ഹൈ, ഞാൻ വളഞ്ഞല്ലേ കാണുക, കർവ്ഡ് അക്രോസ് ദ സ്കൈ, ആകാശത്ത് ഞാൻ ഇതുപോലെ ഇങ്ങനെ വളഞ്ഞല്ലേ കാണുക, കർവ് ഷേപ്പിലാണ് കാണുക. ഇതൊക്കെ നമുക്ക് എഴുതാം. അടുത്ത് റെയിനെ കുറിച്ച് എന്ത് എഴുതാം നമുക്ക്? ഐ ഫോൾ ഫ്രം ദ സ്കൈ, ഞാൻ ആകാശത്ത് നിന്നാണ് വരുന്നത്. ഐ ഫോൾ
ഞാൻ താഴേക്ക് വീഴുന്നത് ആകാശത്തു നിന്നാണ്. ഐ ഫോൾ ഫ്രം ദ സ്കൈ, ഞാൻ ആകാശത്തു നിന്ന് താഴേക്ക് വീഴുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നെന്താണ്? ഐ കം വിത്ത് എ ഡാർക്ക് ഹെവി ക്ലൗഡ്, ഞാൻ നല്ല കറുത്ത മേഘങ്ങളോടെയാണല്ലോ ആയിരിക്കുന്നത്. വേറെ എന്ത് പറയാം? ഐ വാട്ടർ ദ എർത്ത് ആൻഡ് റിവേഴ്സ് ഐ ഫിൽ, ഞാൻ വെള്ളം നിറയ്ക്കുന്നു. എന്തിലാ? ഭൂമിയിലും നദികളിലും ഒക്കെ വെള്ളം നിറയ്ക്കുന്നു. ആരാണ്? റെയിൻ. അപ്പോൾ അത് നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതാനുള്ളതാണ് കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്ത് വരുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണേ. ക്യാനും കനോട്ടും. ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും. എന്താണ് എൻ്റെ അർത്ഥം? കഴിയും, എനിക്ക് കഴിയും, നിങ്ങൾക്ക് കഴിയും, അവന് കഴിയും. കനോട്ട് എന്ന് പറഞ്ഞാൽ ക്യാൻ എഴുതിയ ശേഷം അപ്പോസ്ട്രോഫി ഇട്ട് ടി കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ കഴിയില്ല. കനോട്ട് എന്നാണ് ഇതിനെ വായിക്കുക. കഴിയില്ല. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, എനിക്ക് കഴിയും. ഐ ക്യാൻ, എനിക്ക് കഴിയും. ഐ കനോട്ട്, എനിക്ക് കഴിയില്ല. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, കനോട്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല. ഇതിന് പുറകിൽ ഐ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ, എനിക്ക് കഴിയും. ഐ കൂടെ ചേർത്താൽ ഐ കനോട്ട്, എനിക്ക് കഴിയില്ല. ഇവിടെ നോക്കാം നമുക്ക്. കനോട്ടിൻ്റെ അടിയിലും ക്യാനിൻ്റെ അടിയിലും വരയിട്ടിട്ടുണ്ട്. കനോട്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല, ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും. വി കനോട്ട് ഹെൽപ്പ് യു, നമുക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. ബട്ട് ദ വിസാർഡ് ഓഫ് ഓസ് ക്യാൻ ഹെൽപ്പ് യു, പക്ഷേ വിസാർഡിന് എന്ത് ചെയ്യാൻ പറ്റും? സഹായിക്കാൻ കഴിയും. വി ക്യാൻ ഡു മെനി തിങ്സ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ബട്ട് ദർ ആർ മെനി തിങ്സ് ദാറ്റ് വി കനോട്ട് ഡു, എന്നാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. കഴിയില്ല എങ്കിൽ കനോട്ട് പറയുക, കഴിയുമെങ്കിൽ ക്യാൻ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സ്വഭാവങ്ങൾ, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കഴിയുമല്ലോ. പഠിക്കാൻ കഴിയും, ഓടാൻ കഴിയും, നടക്കാൻ കഴിയും, പറക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ നീന്താൻ അറിയുന്നവരുണ്ട്, നീന്താൻ കഴിയാത്തവരുണ്ട്. അത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് എഴുതാൻ നോക്കാം. ഇവിടെ നോക്കിയേ, ഫ്ലൈ. ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാം? പറക്കാന്ന് പറയാം. നിങ്ങൾക്ക് പറക്കാൻ പറ്റുമോ? ഈ ചിറക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് പറക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എഴുതിയാൽ മതി. എൻ്റെ ഉദ്ദേശം പറക്കുക. പറ്റുമോ? പറ്റില്ലെങ്കിൽ എന്ത് എഴുതണം? ഐ കനോട്ട്. ക്യാൻ എഴുതിയിട്ട് അപ്പോസ്ട്രോഫി കൊടുത്തിട്ട് ടി എഴുതുക. ഐ കനോട്ട് ഫ്ലൈ. ഇവിടെ വണ്ടി ഓടിക്കാൻ കഴിയും, റൈഡ് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ റൈഡ്. സ്കേറ്റ് ചെയ്യാൻ കഴിയുമോ? സ്കേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്ത് പറയണം? ഐ ക്യാൻ സ്കേറ്റ്. കഴിയില്ലെങ്കിൽ എന്ത് പറയണം? ഐ cannot skate. ഓക്കെ, റൺ ചെയ്യാൻ കഴിയുമല്ലോ, ഓടാൻ കഴിയുമല്ലോ. അപ്പൊ എന്ത് പറയാ? ഐ ക്യാൻ റൺ, എനിക്ക് ഓടാൻ കഴിയും. കളിക്കാൻ കഴിയുമല്ലോ, ഐ ക്യാൻ പ്ലേ, എനിക്ക് കളിക്കാൻ കഴിയും. ക്ലൈംബ് ചെയ്യാൻ കഴിയുമോ? മരത്തിൽ കയറാൻ ക്ലൈംബ്. കഴിയുമെങ്കിൽ ഐ ക്യാൻ ക്ലൈംബ്, കഴിയില്ലെങ്കിൽ ഐ cannot ക്ലൈംബ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഐ ക്യാൻ എന്ന് എഴുതിയിട്ട് എന്താണോ കഴിയുന്നത് അത് എഴുതുക. നിങ്ങൾക്ക് കഴിയാത്തതാണെങ്കിൽ ഐ കനോട്ട് എന്ന് എഴുതിയിട്ട് കഴിയാത്ത കാര്യം എന്താണോ അത് എഴുതുക. അപ്പോൾ ഐ ക്യാൻ, ഐ കനോട്ട് ഓർമ്മയിരിക്കുമല്ലോ. ഐ ക്യാൻ, ഐ കനോട്ട് തെറ്റിക്കില്ലല്ലോ. ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, ഐ കനോട്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല. ഇത് ക്രോസ് വേർഡാണേ. ഇതൊരു ക്രോസ് വേർഡാണ്. നിങ്ങൾക്ക് അറിയാവോ? ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ അറിയാവോ? സിമ്പിളാണ്. നമുക്ക് നോക്കിയാലോ, ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കിയാലോ? നിങ്ങൾക്ക് അറിയാവോ നോക്കോ? ആൻസർ അറിയാവോ നോക്കോ? ഇതൊരു ക്രോസ് വേർഡ് എന്നാണ് ഇതിനെ പറയുക. ഇതിന് എന്താ പറയുക? ക്രോസ് വേർഡ് എന്നാണ് പറയുക. ഇവിടെ നോക്കിയേ, എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. എക്രോസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. ഡൗൺ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക്. ഇവിടെ സിമ്പിൾ ഉണ്ട്, നോക്കുക. എക്രോസ് എന്ന് കണ്ടാൽ നിങ്ങൾ സിമ്പിൾ ഇല്ലെങ്കിൽ ഓർമ്മിക്കുക. എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതുക. ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ നിന്ന് താഴേക്ക് എഴുതുക. ദ ബിഗ് ബ്രൈറ്റ് ബോൾ ഇൻ ദ സ്കൈ. സ്കൈയിലുള്ള ബിഗാണ്, ബ്രൈറ്റ് ബോൾ ആണ്. 3 അക്ഷരങ്ങളാണുള്ളത്. എന്താണ്? ദ ബിഗ് ബ്രൈറ്റ് ബോൾ ഇൻ ദ സ്കൈ. സ്കൈയിലുള്ള ബിഗ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ബോൾ എന്താണ്? അറിയാവോ?
അടുത്ത് നോക്കാം. ഐ ആം എ കളർ ഇൻ ദ റെയിൻബോ. ഞാനൊരു കളറാണ്, റെയിൻബോയിലുള്ള ഒരു കളറാണ്. അതാണ് 2 across. അടുത്ത് 4 across. യു മേ സീ മീ ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് കളേഴ്സ്. നിങ്ങൾക്ക് പല നിറത്തിലും പല ഷേപ്സിലും എന്നെ കാണാൻ കഴിയും. ഐ ക്യാൻ കവർ ഈവൻ ദ സൺ. എനിക്ക് സണ്ണിനെയും കവർ ചെയ്യാൻ കഴിയും. എന്തായിരിക്കും? യെസ്, നമുക്ക് നോക്കാം. ഹിയർ യു ക്യാൻ സീ സ്റ്റാർസ് അറ്റ് നൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് രാത്രിയിൽ സ്റ്റാർസിനെ കാണാം. എന്തായിരിക്കും? അറിയാവോ? അടുത്ത് നോക്കാം. യു ക്യാൻ ഫീൽ ഇറ്റ് വെൻ ഇറ്റ് ബ്ലോസ്. വീശുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. ആൻസർ കിട്ടിയോ? ഇനി നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ. ദ ബിഗ് ബ്രൈറ്റ് ബോൾ ഇൻ ദ സ്കൈ. 1 across. 1 across നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 1 down നോക്കുക. ഹിയർ യു ക്യാൻ സീ സ്റ്റാർസ് അറ്റ് നൈറ്റ്. നിങ്ങൾക്ക് അവിടെ നൈറ്റിൽ എന്ത് കാണാൻ പറ്റും? നൈറ്റിൽ സ്റ്റാർ കാണാൻ പറ്റുന്നത് എവിടെയാണ്? എവിടെയാണ്? സ്കൈയിലാണ്. എവിടെയാണ് കാണാൻ പറ്റുക? സ്കൈ, ആകാശത്താണ് നിങ്ങൾക്ക് രാത്രി എന്ത് കാണാൻ പറ്റുക? എന്ത് കാണാൻ പറ്റുക? സ്റ്റാർ കാണാൻ പറ്റുക. അപ്പോൾ 1 വലത്തോട്ട് എന്താണ്? ദ ബിഗ് ബ്രൈറ്റ് ബോൾ ഇൻ ദ സ്കൈ. ബ്രൈറ്റ് ബോൾ ആണ് സൺ. എന്താണ്? സൺ. ഇനി 2 across. ഐ ആം എ കളർ ഇൻ ദ റെയിൻബോ. ഞാൻ റെയിൻബോയിലുള്ള ഒരു കളറാണ്. വൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കളർ ഏതാ? യെല്ലോ. YELLOW. നെക്സ്റ്റ് 3. യു ക്യാൻ ഫീൽ ഇറ്റ് വെൻ ഇറ്റ് ബ്ലോസ്. വീശുമ്പോൾ ഫീൽ ചെയ്യുന്ന, അത് വീശുമ്പോൾ അറിയാൻ പറ്റും. എന്താണ് വീശുന്നത്? വിൻഡ്. WIND. വിൻഡ്. യു മേ സീ മീ ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് കളർ. നിങ്ങൾക്ക് പല നിറത്തിലും പല ആകൃതിയിലും എന്നെ കാണാൻ പറ്റും. ഐ ക്യാൻ കവർ ഈവൻ ദ സൺ. സണ്ണിനെ വരെ എനിക്ക് മൂടാൻ പറ്റും. എന്താ? ക്ലൗഡ്. മേഘമല്ലേ? കറുത്ത മേഘം, വെള്ളമേഘം, നീലമേഘം എന്നൊക്കെ കണ്ടിട്ടില്ലേ? യെസ്. അപ്പോൾ ക്രോസ് വേർഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എക്രോസ് എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവുക. ഡൗൺ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക്. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറ്റുള്ളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആൻസർ മറ്റുള്ളതിൻ്റെ ഒക്കെ അറിയാത്തതിൻ്റെ ആൻസറൊക്കെ കിട്ടും. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ കാർട്ടൂൺ, അഡ്വർടൈസ്മെന്റ്, ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് പേപ്പർ, ഹെഡ്ലൈൻ. ഇതെന്താണ്, 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 ഇതെന്താണെന്ന് പറയാം. ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന എഴുതുക. കാർട്ടൂൺ പിക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല ഇതെന്താണ്? കാർട്ടൂൺ. അപ്പൊ ഇത് കാർട്ടൂൺ ആണ്. ഇവിടെ നോക്കിയേ 50% ഓഫർ എന്നൊക്കെ കാണുന്നത് അതെന്താണ്? അപ്പൊ കാർട്ടൂൺ നമ്മൾ എഴുതി. ഇത് കാർട്ടൂൺ. 50% ഓഫർ എന്നൊക്കെ വരുന്നത് എന്താണ്? അഡ്വർടൈസ്മെന്റ് ആണ്. എന്താണ്? അഡ്വർടൈസ്മെന്റ്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് ആണ് അടുത്ത് എഴുതാനുള്ളത്. അപ്പോൾ ഈ 50% ഓഫർ, പരസ്യം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്. പരസ്യം എന്ന് പറയുന്നത് എന്താണ്? അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പോൾ ഒരു പത്രത്തിൽ ഇങ്ങനെ ഒരു കോമിക് പിക്ചർ കണ്ടാൽ അതെന്താണ്? കാർട്ടൂൺ ആണ്. എന്താ? കാർട്ടൂൺ. 50% ഓഫർ എന്തെങ്കിലും വിൽക്കുന്നതിന് അങ്ങനെ കണ്ടാൽ അത് അഡ്വർടൈസ്മെന്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ. ഇതെന്താണ്? ഈ കാണുന്നത് എന്താണ്? ഇതെന്താണെന്നറിയാവോ? നമ്മുടെ മുകളിൽ കാണുന്നത് പത്രത്തിൻ്റെ പേരായിരിക്കും, ന്യൂസ് പേപ്പറിൻ്റെ പേരായിരിക്കും. അതെന്ന് പറയുന്നത് ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് പേപ്പർ ആണ്. ഓക്കെ, അതിനെന്താ പറയുക? ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് പേപ്പർ. അപ്പോൾ പത്രത്തിൻ്റെ പേര് ഇങ്ങനെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളവിടെ എന്ത് എഴുതണം? ടൈറ്റിൽ എന്ന് എഴുതണം. കണ്ടോ, പത്രത്തിൻ്റെ പേരുണ്ടാകും, ഡേറ്റ് ഒക്കെ ഉണ്ടാകും. ഇതെന്താണ്? ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് പേപ്പർ ആണ്. ഇനി ഏതെങ്കിലും വാർത്തയുടെ മുകളിലല്ലേ ഇതുപോലെ കളറിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക? വാർത്തയുടെ ഹെഡിങ് ആണ്. ഇതിനെന്താ പറയുക? ഹെഡ്ലൈൻസ് എന്ന് പറയും. എന്താ പറയുക? ഹെഡ്ലൈൻസ്. ഏതെങ്കിലും വാർത്തയുടെ ഹെഡ്ലൈൻസ് ആണ്, ഹെഡ്ലൈനാണ് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് ടൈറ്റിലാണ്. പത്രത്തിൻ്റെ പേരൊക്കെ വരുന്നത് കാണിക്കുന്നത് ടൈറ്റിലാണ്. ഇനി ഏതെങ്കിലും വാർത്തയുടെ ഹെഡിങ് കണ്ടാൽ അത് ഹെഡ്ലൈൻ ആണ്. ഒരു കോമിക് പിക്ചർ കണ്ടാൽ അത് കാർട്ടൂൺ ആണ്. എന്തെങ്കിലും വിൽക്കുന്നതിനായിട്ട് അങ്ങനെ പരസ്യം കണ്ടാൽ അത് അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പോൾ ഒരു പത്രത്തിൽ എങ്ങനെയൊക്കെയാണ് വരിക എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത് വരുന്നത് ഇത് കുറച്ച് പിക്ചേഴ്സ്, ഫ്ലവേഴ്സിന്റെ പിക്ചറാണ്. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവുമല്ലോ,
ഇതിൽ ഈ ഫ്ലവേഴ്സിനെ കുറിച്ച് എഴുതുക. ദിസ് ഈസ് എ സൺഫ്ലവർ, ഇറ്റ്സ് യെല്ലോ ഇൻ കളർ, ഇറ്റ് ബ്ലൂംസ് ഇൻ ദ മോർണിംഗ്, ഐ ലൈക്ക് ഇറ്റ് ഫ്രാഗ്രൻസ്. അതുപോലെ നമുക്ക് എന്ത് എഴുതാം? റോസിനെ കുറിച്ച് എഴുതിക്കൂടെ? ഏത് ഫ്ലവറിനെ കുറിച്ച് വേണമെങ്കിലും എഴുതാം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഫ്ലവറിൻ്റെ പേര് മുകളിൽ എഴുതുക. അപ്പോൾ റോസ് എന്ന് തന്നെ റോസ്. ഇതെന്താണെന്ന് എഴുതുക. ദിസ് ഈസ് എ റോസ്. ഹിബിസ്കസ് ആണെങ്കിൽ ദിസ് ഈസ് എ ഹിബിസ്കസ്. ലോട്ടസ് ആണെങ്കിൽ ദിസ് ഈസ് എ ലോട്ടസ്. തുലിപ്പ് ആണെങ്കിൽ ദിസ് ഈസ് എ തുലിപ്പ്. അപ്പോൾ ദിസ് ഈസ് എ റോസ്. ഫസ്റ്റ് സെന്റൻസ് ആയല്ലോ. ഇനി അതിൻ്റെ കളർ എഴുതുക. ഇറ്റ്സ്. ഇവിടെ ഇറ്റ്സ് യെല്ലോ ഇൻ കളറാണ്. അപ്പോൾ ഇവിടെ ഇറ്റ്സ് റെഡ് ഇൻ കളർ. ഇറ്റ്സ് റെഡ് ഇൻ കളർ. ഇതിന് ചുവപ്പ് നിറമാണ്. പിന്നെ ഇതിലെന്താണ്? ഒത്തിരി കളറിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾക്ക് എല്ലാത്തിനും എഴുതണമെങ്കിൽ എന്താണ്? ഐ ലൈക്ക് ഇറ്റ്സ് ഫ്രാഗ്രൻസിന് പകരം ഐ ലൈക്ക് ഇറ്റ്സ് ബ്യൂട്ടി എന്ന് എഴുതാം. ഐ ലൈക്ക് ഇറ്റ്സ് ബ്യൂട്ടി എഴുതാം. പിന്നെന്താ പറയുക? ഐ ലൈക്ക് ഇറ്റ്സ് ബ്രൈറ്റ്നെസ് എഴുതാം. ഈ ഫ്രാഗ്രൻസിന് പകരം അതെഴുതാം. ഇറ്റ് ബ്ലൂംസ് ഇൻ ദ മോർണിംഗ്, ഇറ്റ് ബ്ലൂംസ് ഇൻ ദ നൈറ്റ്, അതൊക്കെ നിങ്ങൾക്ക് മോർണിംഗ്, നൈറ്റ്, ഈവനിങ് അതിനനുസരിച്ച് ചേർത്ത് എഴുതാം. പിന്നെ ഇത് എവിടെയൊക്കെയാണ് കാണുന്നത് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഏതൊക്കെ കളറിൽ കാണാൻ കഴിയുന്നുണ്ട്? ഇറ്റ്സ് കളർ ഈസ്, ഇവിടെ റെഡ് ഇൻ കളർ, ഇത് റെഡ് കളറാണ്. പിന്നെ അതുപോലെ തന്നെ മെനി അതർ കളേഴ്സ്, ഇറ്റ് ക്യാൻ ഓൾസോ ബി ഫൗണ്ട് ഇൻ മെനി അതർ കളേഴ്സ്, വൈറ്റ്, പിങ്ക്, യെല്ലോ, അതൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഫ്ലവേഴ്സിനെ കുറിച്ച് എഴുതാൻ മനസ്സിലായല്ലോ. ഫസ്റ്റ് ദിസ് ഈസ് എന്ന് പറഞ്ഞ് എഴുതുക, എന്നിട്ട് അതിൻ്റെ കളർ എഴുതുക. പിന്നെ നിങ്ങൾ അതിൻ്റെ എന്താണ് ഇഷ്ടപ്പെടുന്നത്? അതിൻ്റെ ബ്യൂട്ടി ആണോ, ബ്രൈറ്റ്നെസ്, അതിൻ്റെ ആ ഒരു ഭംഗിയാണോ, മണമാണോ, അതിൻ്റെ ഒരു പ്രകാശം, ഒരു തെളിച്ചമാണോ, എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് എഴുതുക. ഓക്കെ, മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? യെസ്. ഇനി ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഡയറി എഴുതുമ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് എഴുതണം? ഡേറ്റ് എഴുതണം. കണ്ടോ? ഡേറ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്നത്തെ ദിവസത്തിൻ്റെ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നെന്നോ, ഇന്നത്തെ ദിവസം മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നെന്നോ പറഞ്ഞ് എഴുതി തുടങ്ങുക. ഓക്കെ, ഇപ്പോൾ ഡയറി എഴുതാൻ നിങ്ങൾ ശീലിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാം ഡയറി എഴുതാൻ. വേറെ നോക്കി, ഇതെന്താണെന്ന് അറിയാവോ? ദ ക്യാറ്റ് ഈസ് മിസ്സിങ്. ഇതൊരു മിസ്സിങ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതത്തില്ല? ഇവിടെ നോക്കി, ഇതൊരു വാർത്തയാണ്. ന്യൂസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെഡിങ് കൊടുക്കണം. ന്യൂസ് ആണെങ്കിൽ ന്യൂസിന് എന്ത് വേണം? ഹെഡിങ് വേണം, പ്ലേസ് വേണം, ഡേറ്റ് വേണം. എന്നിട്ട് കോട്ട്സ് ഇട്ടിട്ട് എഴുതണം. എവിടെ എന്ത് സംഭവിച്ചു എന്ന് എഴുതണം. അപ്പോൾ ഇതൊരു മിസ്സിങ് കേസാണ്. മിസ്സിങ് കേസ് വരുമ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കുക, ആരാണ് മിസ്സായത്, അതിൻ്റെ പ്രത്യേകതകൾ എഴുതുക. ഓക്കെ, എന്നിട്ട് എവിടെയാണ് അറിയിക്കാനുള്ളത്? ഇൻഫോം ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ, കോണ്ടാക്ട് ദ ഓണർ, ഫൈൻഡ്, ഇഫ് യു ഫൈൻഡ് കിറ്റി, ഇഫ് യു ഫൈൻഡ് നിങ്ങൾ കണ്ടെത്തിയാൽ, ഇഫ് യു ഫൈൻഡ് എന്ന് പ്ലീസ് കോണ്ടാക്ട് ദ ഓണർ, അല്ലെങ്കിൽ ഇൻഫോം ദ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ. പിന്നെ പ്രത്യേകത എഴുതുക. നോക്കിയാൽ ബ്രൗൺ ക്യാറ്റാണ്, ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്, പിന്നെ റെഡ് കോളർ ഉണ്ട്, അങ്ങനെ എഴുതാം. എന്താണോ മിസ്സായത്, ഇപ്പം നായയാണ് മിസ്സായതെങ്കിൽ ഡോഗിനെ കുറിച്ച് അതിൻ്റെ കളർ എന്താണ്, അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതാം. ആദ്യം എഴുതേണ്ടത് നോക്കിയേ, എന്നാണ് മിസ്സായത്? കിറ്റി വെൻ മിസ്സിങ് ഫ്രം ലിറ്റിൽ മഞ്ച് പാർക്ക് ഓൺ ഫ്രൈഡേ. കിറ്റി മിസ്സായത് ലിറ്റിൽ മഞ്ച് പാർക്കിലാണ്, ഓൺ ഫ്രൈഡേ. ഫ്രൈഡേ ആണ് മിസ്സിങ് ആയത്. പിന്നെ അവരുടെ പ്രത്യേകത, അത് ഇന്ന നിറമാണ്, ഇങ്ങനെയൊക്കെയാണ്. ഇനി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഓണറിനെ ഏൽപ്പിക്കുക. മിസ്സിങ് കേസും ന്യൂസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാലോ? ഇത് ന്യൂസിന് വലിയൊരു ഹെഡിങ് കൊടുക്കുക, പ്ലേസ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, എന്നിട്ട് കോട്ട്സ് ഇട്ടിട്ട് എന്താണ് നടന്നതെന്ന് എഴുതുക. ഇവിടെ എന്താണ്? മിസ്സിങ് കേസ് ആണെങ്കിൽ ചെറിയൊരു ഹെഡിങ് കൊടുക്കുക, എന്താണ് മിസ്സിങ് ആയത് പിക്ചർ കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ പ്രത്യേകതകൾ, എവിടെ വെച്ച് മിസ്സായി, എന്ന് മിസ്സായി, അതിൻ്റെ പ്രത്യേകതകൾ കിട്ടിയാൽ ഇന്നയാളെ അറിയിക്കുക. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ പഠിച്ചിട്ട് പോവുക, നല്ലതുപോലെ പഠിച്ചിട്ട് പോവുക. കഴിഞ്ഞ ദിവസം ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ആദ്യത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് പഠിക്കുക. അതിനുശേഷം ഈ വീഡിയോയും കാണുക. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.